ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രീമദ് ശങ്കര ഭഗവത്പാദരുടെ ഭജഗോവിന്ദം. ആ ഭജഗോവിന്ദത്തിലെ 14 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി 15ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ദിനമപി രജനീ സായം പ്രാതഃ ശിശിരവസന്തോ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചത്യാശാവായുഃ. ദിനം രജനീ അപി സായം പ്രാതഃ ശിശിരവസന്തോ പുനഃ ആയാതഃ കാലഃ ക്രീഡതി ആയുഃ ഗച്ഛതി തദപി ആശാവായുഃ ന മുഞ്ചതി. ഇവിടെ പറയുന്നു, ദിവസവും രാത്രിയും, ദിനം പകൽ, രജനീ അപി രാത്രിയും, സായം സായങ്കാലം, പ്രാതഃ പ്രാതകാലം, ശിശിരവസന്തോ ശിശിരവും വസന്തവും, പുനഃ ആയാതഃ വീണ്ടും വരുന്നു, കാലഃ ക്രീഡതി കാലം കളിക്കുന്നു, ആയുഃ ഗച്ഛതി ആയുസ് മുന്നോട്ട് പോകുന്നു, തദപി ആശാവായുഃ ന മുഞ്ചതി എന്നാലും ആശയാകുന്ന ആ വായു അല്ലെങ്കിൽ ആ ഒരു വികാരം ഒഴിവാകുന്നില്ല. അതായത് ദിവസവും രാത്രിയും പകലും സായങ്കാലവും പ്രഭാതവും ശിശിരവും വസന്തവും വീണ്ടും വീണ്ടും വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്രകാരം കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആയുസ് പോവുകയും ചെയ്യുന്നു. നമ്മുടെ ആയുസ് ദിനം പ്രതി ഒരു ദിവസം കഴിയുമ്പോൾ മരണമാകുന്ന ആ അൾട്ടിമേറ്റ് പോയിന്റിലേക്ക്, അവസാനത്തിൽ ആ ഒരു ഈ ജീവിതമാകുന്ന ജനനമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ മരണവുമുണ്ട്. മരണത്തോടുകൂടി ഈ ജനനം, ഈ ലോകത്തുള്ള ഈ ശരീരധാരണം നമുക്കില്ലാണ്ടാവുന്നു. അപ്പോൾ മരണമാകുന്ന ആ ഒരു സത്യത്തിൽ, അല്ലെങ്കിൽ അത് എല്ലാവർക്കും സംഭവിക്കുന്ന സത്യമാണ്. ആ സത്യത്തിലേക്ക് മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ട് ഇത്ര കാലം എന്നുള്ളത്. അതിലേക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണ്. പക്ഷേ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, ഇത്രയും ഭവ്യമായൊരു ജന്മം ലഭിച്ചു, അങ്ങനെ ലഭിച്ച എനിക്ക് ഈ ഒരു ദിവസം ആ ജന്മത്തിൻ്റെ കൃതാർത്ഥതയിലേക്ക് ഉയരുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ ലോകത്തിന് വേണ്ടി എന്നെക്കൊണ്ട് എന്ത് നന്മ ചെയ്യാൻ സാധിച്ചു എന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല. മറിച്ച് ദിവസത്തെ നമ്മൾ പല പല വിഷയങ്ങളുടെ പിന്നാലെ ഓടി ഈ ദിവസത്തെ നമ്മൾ ആസ്വദിക്കുകയാണ്. അങ്ങനെ ആസ്വദിച്ച് രാവിലെ എഴുന്നേറ്റ് രാത്രിയായി ഉറങ്ങി രാവിലെ വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ ഈ ഒരു കാലചക്രം മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അധ്യാത്മരാമായണത്തിലൊക്കെ കാണാൻ സാധിക്കും, ചക്ഷുശ്രവണകളസ്തമാം ദുർധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് അവിടെ എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നു. അതായത് ഇങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ലക്ഷ്യത്തെ അറിയുന്നില്ല. അവിടെ മനോഹരമായിട്ട് എഴുത്തച്ഛൻ ഒരു ചിത്രം നമുക്ക് കാട്ടിത്തരികയാണ്. അതായത് ഒരു പാമ്പ് വലിയൊരു തവളയെ വിഴുങ്ങുകയാണ്. അപ്പോൾ തവളയെ പുറകിൽ നിന്നാണ് പൊതുവെ പാമ്പ് വിഴുങ്ങാറ്. അപ്പോൾ ഒരു പാമ്പ് തവളയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തവളയുടെ ഏകദേശം പകുതി ഭാഗം, വലിയ തവളയായതുകൊണ്ട് വിഴുങ്ങാൻ പ്രയാസമാണ്, മെല്ലെ വിഴുങ്ങി തവളയുടെ ഏകദേശം പകുതി ഭാഗം എത്തിച്ചേർന്നു. ഈ സമയത്ത് തവളയുടെ മുമ്പിലൂടെ ഒരു പാറ്റ പോകുന്ന സമയത്ത് തവള അതിനെ പിടിച്ച് ഭക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ പാമ്പിന് തന്നെ തവള ഭക്ഷണമായി മാറാൻ പിന്നെ അല്പനിമിഷങ്ങളേ വേണ്ടൂ. പക്ഷെ അതറിയാത്ത തവള തൻ്റെ മുൻപിലൂടെ പോകുന്ന പാറ്റയെ തനിക്ക് ഭക്ഷണമാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല ആ തവള. ഇതുപോലെയാണ് കാലമാകുന്ന പാമ്പ് നമ്മളെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അത് മെല്ലെ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലമാകുന്ന പാമ്പ്. അതറിയാതെ നമ്മൾ ഈ തവള തനിക്ക് ഭക്ഷണം തേടുന്നത് പോലെ നമ്മൾ ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. നമ്മുടെ മനസ്സ് വിഷയലോകത്ത് ബന്ധപ്പെട്ട് ഓരോരോ ഭോഗങ്ങൾ തേടി യഥാർത്ഥത്തിലുള്ള സുഖത്തെ മറന്ന് ഈ ഭോഗങ്ങളുടെ പിന്നാലെ നമ്മൾ ദിവസവും ഓടുകയാണ്. സുഖസൗകര്യത്തിന് വേണ്ടി, താൽക്കാലികങ്ങളായ വിഷയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയവും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലികങ്ങളെന്നല്ല, സുഖഭോഗങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. ഈ ലോകത്ത് നമുക്ക് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാം, ധർമ്മവിരുദ്ധമായിട്ടുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാം.
പക്ഷേ ഇതൊന്നുമല്ല ലക്ഷ്യം എന്നുള്ള ബോധത്തിൽ ആ ലക്ഷ്യത്തെ നേടിയിട്ട് ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ട് നിങ്ങൾ സുഖഭോഗങ്ങൾ അനുഭവിച്ചു കൊള്ളൂ എന്ന് നമ്മളോട് ആചാര്യന്മാർ പറയുന്നു. ഇതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ഊഷരമായ എന്തോ എന്നല്ല ആധ്യാത്മികത. ആധ്യാത്മികത ഇതിനെയൊക്കെ രസകരമായി കണ്ട് ഈ ലോകത്തെ എല്ലാ വിഷയങ്ങളെയും രസകരമായി കണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. ഒരു ആധ്യാത്മികമായിട്ട് സത്യത്തെ അറിഞ്ഞ മഹാത്മാവാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സന്തോഷമായിട്ട് ആനന്ദമായിട്ട് ഈ ലോക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. കാരണം അവർക്ക് അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞു, അത് സാധൂകരിച്ചു, അത് സാക്ഷാത്കരിച്ചു. അത് അവർക്കൊന്നും നേടാനുമില്ല, നഷ്ടപ്പെടാനുമില്ല. ആ തലത്തിലേക്ക് ഉയർന്ന ഒരു മഹാത്മാവിന് ഈ ലോക വിഷയങ്ങളിൽ അനന്തമായിട്ട് കളിക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു സാധകനെ സംബന്ധിച്ച് ലക്ഷ്യത്തിലേക്ക് ഉയരുന്നതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്യാവശ്യമായി ധർമ്മവിരുദ്ധമായിട്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോഴുള്ള ലോക വിഷയങ്ങളെ സ്വീകരിച്ച് അതിൽ പ്രവർത്തിക്കേണ്ടതാണെങ്കിൽ പ്രവർത്തിക്കാം, നിവർത്തിക്കേണ്ടതാണെങ്കിൽ നിവർത്തിക്കാം. പക്ഷേ ലക്ഷ്യബോധം മറക്കരുതെന്നും ആ ലക്ഷ്യത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടുന്ന പ്രയത്നത്തിൽ നിന്ന് ഒരു കണം പോലും മാറി നിൽക്കുകയും ചെയ്യരുത്. അല്ലാത്ത പക്ഷം ഇതുപോലെ കാലമാകുന്ന പാമ്പിൻ്റെ വായിൽപ്പെട്ട് അവസാനം വിഴുങ്ങി അവസാനം മരണമാകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വയം ചിന്തിക്കും, എൻ്റെ ഈ ജീവിതം വെറുതെ ആയല്ലോ, വൃഥാവിലായല്ലോ. അത് ഏറ്റവും വലിയ നഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് ഉപനിഷത്ത് പറയും. കിമഹം സാധുനാകരവം കിമഹം പാപമകരവം എന്ന് പറയുന്ന ഒരു ചിത്രം ഉപനിഷത്തിൽ കാണാം. ഒരാൾ മരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചിന്തിക്കുകയാണ്, സ്വയം തൻ്റെ മനസ്സിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് പാപകർമ്മങ്ങൾ ധാരാളം ചെയ്തു, ഞാൻ എന്തുകൊണ്ട് നല്ല കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. കിമഹം പാപമകരവം. ആ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല, പാപകർമ്മങ്ങൾ ഒരുപാട് ചെയ്തു, ഇതെന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് അപ്പോൾ ചോദിച്ചിട്ടൊരു കാര്യവുമില്ല. കാരണം അപ്പോൾ ആ മരണശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യമില്ല, കഴിവുമില്ല. അപ്പോൾ ചിന്തിച്ചാൽ ഇനി തിരിച്ച് ഈ ജീവിതത്തിൽ എന്തും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. ഒരു നല്ല കർമ്മം ചെയ്യാൻ പോലും ഒരു മോശകർമ്മമാണെങ്കിൽ പോലും അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം ശരീരത്തിനെ എഴുന്നേറ്റിരുത്താൻ തന്നെ മറ്റൊരാളുടെ സഹായം ആവശ്യമാകുന്നൊരു ഘട്ടം. അപ്പോൾ സ്വയം മനസ്സാക്ഷി പറയുകയാണ്, നീ എന്തുകൊണ്ട് ചെയ്തില്ല, എന്തുകൊണ്ട് നല്ലത് ചെയ്യാൻ നിനക്ക് സാഹചര്യമുണ്ടായിട്ടും ചെയ്തില്ല. ഈ ഒരു കുറ്റബോധത്തോടുകൂടി ജീവിതം അവസാനിപ്പിച്ചാൽ അത് എത്ര വലിയ ദയനീയമായ അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ബോധം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ജീവിതം കൃതാർത്ഥമാകുവാൻ നല്ല കർമ്മങ്ങൾ ചെയ്യുകയും നല്ല ചിന്തകൾ ചെയ്യുകയും തനിക്കും തൻ്റെ കുടുംബത്തിനും സമാജത്തിനും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച് അന്ധക്കരണ ശുദ്ധി നേടി സത്യത്തെ അറിയണം എന്നുള്ള ഒരു ബോധം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, സത്സംഗം ആവശ്യമാണ്, ഗുരു സാന്നിധ്യം ആവശ്യമാണ്. ആ സത്സംഗത്തിലൂടെ നിസ്സംഗത്വത്തിലേക്ക് ഉയരുവാനുള്ള ലക്ഷ്യബോധം ആവശ്യമാണ്. അങ്ങനെ ലക്ഷ്യബോധം നേടി അതിലൂടെ മുന്നോട്ട് പോയ ഒരാളെ സംബന്ധിച്ച് കാലമാകുന്ന പാമ്പ് വിഴുങ്ങിയാലും അയാൾക്കൊരു പ്രയാസവുമില്ല. കാരണം തക്ഷകനാകുന്ന പാമ്പിൻ്റെ ദംശനമേറ്റ് മരിക്കും എന്നുള്ള ഭയത്തോടു കൂടിയിട്ടാണ് പരീക്ഷിത്ത് ഗംഗാതീരത്തേക്ക് പോയത്. ആ ഭയമുണ്ടായിരുന്നുള്ളൂ, മരിക്കുമല്ലോ ഞാൻ നഷ്ടപ്പെടുമല്ലോ എന്ന്. പക്ഷേ 7 ദിവസത്തെ ആ സപ്താഹ ശ്രവണത്തിലൂടെ ശ്രീ ശുക ബ്രഹ്മർഷിയുടെ ആ അമൃതവചനങ്ങളിലൂടെ കാലമാകുന്ന പാമ്പിനെ യാതൊരു വിലയും കൽപ്പിക്കാതെ സന്തോഷമായിട്ട് അതിന് ആഹാരമായി തീർന്നു. അതായത് എന്നെ കൊല്ലാൻ ഈ കാലത്തിന് സാധ്യമല്ല, ഈ ജഡമായ ശരീരത്തെ വിഴുങ്ങാനേ ഈ കാലമാകുന്ന പാമ്പിന് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ കാലമാകുന്ന പാമ്പല്ല, അവിടെ തക്ഷകൻ. ഈ തക്ഷകന് ഈ ജഡമാകുന്ന ശരീരത്തെ മാത്രമേ ദ്രംശനം ചെയ്ത് ഭസ്മമാക്കാൻ സാധിക്കുള്ളൂ. എന്നെ തൊടാൻ ഒരാൾക്കും സാധ്യമല്ല, അനശ്വരമായ സത്യമാണ് ഞാൻ എന്ന് ബോധിച്ച പരീക്ഷിത്ത് പുഞ്ചിരിയോടുകൂടി ആ മരണത്തെ, ലോകദൃഷ്ട്യാ ഉള്ള ആ മരണത്തെ അഭിമുഖീകരിച്ചു. ഇതുപോലെ തന്നെ പുഞ്ചിരിയോടുകൂടി ഈ കാലമാകുന്ന പാമ്പിന് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ഈ ജഡമായ ശരീരം അന്നം കൊണ്ടുണ്ടായതും അന്നം കൊണ്ട് വളർന്നതും നാളെ അന്നം മറ്റുള്ളവർക്ക് മറ്റ് ജീവജാലങ്ങൾക്ക് അന്നമായി തീരേണ്ടതുമായ ഈ ശരീരത്തെ മാത്രമേ ഈ കാലമാകുന്ന പാമ്പിന് വിഴുങ്ങാൻ സാധിക്കുള്ളൂ. അനശ്വരമായ എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന ബോധത്തിലേക്ക് ഉയരുവാനാണ് ഓരോ ജീവിതവും പ്രയത്നിക്കേണ്ടത്, ഓരോ ജീവനും പ്രയത്നിക്കേണ്ടത്. അപ്പോഴാണ് ആ ജീവൻ്റെ കൃതാർത്ഥതയിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യത്തിന് വേണ്ടി ഈയൊരു മനുഷ്യജന്മം ലഭിച്ചു, ഈയൊരു വിശിഷ്ടമായ ഭൂപ്രദേശത്ത് ജനിക്കുവാൻ സാധിച്ചു, അല്ലെങ്കിൽ ഈ ലോകത്ത് മനുഷ്യനായി ജനിക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് ഉയരുവാൻ ഞാൻ എന്ത് ചെയ്തു എന്ന ചിന്തയിൽ, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ഏത് സമയത്തും പ്രയത്നിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവുക. അങ്ങനെ മുന്നോട്ട് പോയാൽ
ഈ ആശാപാശമാകുന്ന ബന്ധനത്തിൽ നിന്ന് മോചിച്ച് നമുക്ക് അമൃതത്വത്തിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. ആശയുടെ ഭീകരതയും സത്യത്തിൻ്റെ അമൃതത്വത്തിൻ്റെ ആനന്ദവും നമ്മളെ ബോധിപ്പിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ ഈ ഒരു ശ്ലോകം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി നൽകുകയാണ്. ഹരി ഓം.